ബിഗ് ബോസ് അഗ്നിപരീക്ഷ 4 പേർ പിന്നെയും എവിക്റ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്ന്. അങ്ങനെ 16 പേരായിരിക്കുകയാണ്. എന്താണ് ഈ വീക്കെൻഡ് വാർ എപ്പിസോഡ്? ഇതിനകത്തുള്ള പ്രത്യേകത, സാധാരണ 3 ജഡ്ജസ് അല്ലേ ഉള്ളൂ. എന്നാൽ ഇത്തവണ അല്ലെങ്കിൽ വീക്കെൻഡ് വാർ എപ്പിസോഡിനകത്ത് 2 ജഡ്ജസും കൂടെ വരും. 2 ഗസ്റ്റ് ജഡ്ജസ്. ഏത് സീസണിലെയാണ്, ആരൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും പവർ കൊടുത്തിട്ടുണ്ടോ, അവർ ഈ എവിക്ഷന് മെയിൻ കാരണമായിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇപ്രാവശ്യത്തെ എവിക്ഷനിലും എന്തായാലും 10 പേരും ഡേഞ്ചർ സോണിലുണ്ടായിരുന്നു. ആ 10 പേരിൽ ഏറ്റവും മോശമായിട്ടുള്ള കളിക്കാരെയാണോ ഇവർ പുറത്താക്കിയത്, അതോ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾ ഔട്ടായിട്ടുണ്ടോ? എന്തായാലും എല്ലാ എവിക്ഷനിലും ഒന്നോ രണ്ടോ ആളെങ്കിലും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾ ഔട്ടായിരിക്കും. ഇച്ചിരി അതിനെക്കാട്ടി മോശമുള്ള ആൾക്കാർ സേഫ് ആകുകയും ചെയ്യും. ഇന്നത്തെ ദിവസവും അതുപോലെ തന്നെ നടന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മുടെ അഗ്നിപരീക്ഷ ഇങ്ങനെ എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എവിക്ഷൻ നടന്ന അതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടാം എന്തായിരുന്നാലും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പറയാനുള്ളത് 4 പേർ എവിക്റ്റായി. 3 പേർക്ക് ഓൾറെഡി ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ട്, അതിൻ്റെ പവർ അവർക്കുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താണ് ഈ വീക്കെൻഡ് വാർ ഹിന്ദിയിൽ, വീക്കെൻഡ് വാർ നമ്മുടെ അഗ്നിപരീക്ഷയിൽ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരു സീസണിലെ തന്നെ, സെയിം സീസണിലെ 2 പേരാണ് വന്നിരിക്കുന്നത്. സീസൺ 2 രജിത് കുമാറും വീണ നായരുമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് ജഡ്ജായിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേക പവറും ഉണ്ട്. പെൻഡനുള്ള 3 പേർക്ക് അവർക്കും ഒരു പവറുണ്ട്. ആ പവറൊക്കെ അവർ യൂസ് ചെയ്തോ ചെയ്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില രീതിയിൽ അവർക്ക് യൂസ് ചെയ്യായിരുന്നു, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം പലരും പല എവിക്ഷൻസ് മാറി മറിഞ്ഞു പോയേ, പക്ഷെ അവരത് ചെയ്തില്ല. ഓക്കെ, എന്തായാലും മാസ്ക് ഓഫ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ടാസ്ക് വരെയാണ്. ടാസ്ക് വളരെ സിമ്പിളാണ്. അതായത് കൂട്ടുകക്ഷി ടാസ്ക്കാണ്. ഒരു നമ്പർ വിളിക്കും, ആ നമ്പർ അനുസരിച്ച് ഗ്രൂപ്പ് പിടിക്കുക. 3 എന്ന് പറഞ്ഞാൽ 3 പേര് ഉടനെ കൂട്ടായിക്കൊള്ളുക. ബാക്കി എക്സ്ട്രാ വരുന്ന ആൾക്കാരെല്ലാം നേരെ ഔട്ട് ഹൗസിലേക്ക്, ഡേഞ്ചർ സോണിലേക്ക് പോകും. സോ ഇവിടെ നടന്നേക്കുന്നത് അങ്ങനെ ഔട്ട് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെൻഡനുള്ള, അതായത് ഈ ഇൻഫിനിറ്റി പെൻഡനുള്ള ആൾക്കാർ വരെ ഔട്ട് ഹൗസിലെത്തി. പക്ഷെ അവർക്ക് അവിടെ ഗെയിം കളിക്കായിരുന്നു. കാര്യം അവർ സേഫായിരുന്നു. അവർ ഔട്ട് ഹൗസിലെത്തിയാലും ഔട്ട് ഹൗസിലെത്തിയില്ലെങ്കിലും അവരുടെ കയ്യിൽ പെൻഡനുണ്ടോ, അവർ സേഫായിരുന്നു. അവരാണ് ഷാമോനും എൽഡോയും രാകേഷിനും പെൻഡനുണ്ടായിരുന്നു. അതിൽ രാകേഷ് ഓൾറെഡി കളിച്ച് ജയിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. അത് ഔട്ട് ഹൗസിലേക്ക് പോയ 2 വ്യക്തികൾ പെൻഡനുള്ളതിൽ ഷാമോനും എൽഡോയും ആയിരുന്നു. പക്ഷേ ഈ എൽഡോയ്ക്കും ഷാമോനും പെൻഡൻ ഉള്ളത് കാരണം അവർ ഇമ്മ്യൂണിറ്റി കിട്ടിയവർക്ക്, അതുകൊണ്ട് അവർ നേരെ സേഫ് സോണിലേക്ക് പോയി. അതിന് പകരം 3 പേരെ നമ്മുടെ ഗസ്റ്റ് ജഡ്ജിന് ഡേഞ്ചർ സോണിലേക്ക് ഇടാൻ പറ്റി. ആ 3 പേരാണ് അലകനന്ദ, ഷിൻജിത്ത്, രചന. ഈ 3 പേരും കൂടി ഡേഞ്ചർ സോണിലേക്ക് വന്നു. അങ്ങനെ ടോട്ടൽ 10 പേര് ഡേഞ്ചർ സോണിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനകത്ത് കുറേ വീക്കായിട്ടുള്ള ആൾക്കാർ പോകുന്നു. പക്ഷേ വീക്കായിട്ടുള്ള ആൾക്കാരാണോ പോയത്? ഔട്ടായ 4 പേർ, അതായത് ആദ്യം തന്നെ സേഫ് സോണിലുള്ള 10 പേരെ കുറിച്ച് പറയാം. താഷി, പ്രവീൺ, പൂജ, അമൃത, പാർവതി, ശ്യാം, ഷിബിന, അളകനന്ദ, ഷിന്ദിത്, രചന. ഇവരില്ലാത്ത ഇന്നത്തെ ടാസ്ക് നന്നായിട്ട് കളിച്ച കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കുറേ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചതിച്ചൊക്കെ കളിച്ചത് ഇന്ന് ഷിബിനയാണ്. 3 പ്രാവശ്യം ചതിച്ചിട്ടൊക്കെയാണ് കളിച്ചത്. അതുപോലെ രാകേഷും ഇന്ന് നെഗറ്റീവായിട്ടാണ് കളിച്ചത്. കാല് പിടിച്ച് വലിച്ച് ഫിസിക്കലൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി രാകേഷിനോട് പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇന്ന് നിങ്ങൾ ഫിസിക്കലായി, അതാണ് പ്രശ്നം വന്നത്. അങ്ങനെ രാകേഷ്, ഷിബിന ഇവരെല്ലാം ഭയങ്കരമായി നെഗറ്റീവ് രീതിയിലൂടെ കളിച്ചാണ് ഇന്ന് കയറി. പക്ഷേ എന്നാലും അവസാനം ചതിച്ച് കളിച്ചെങ്കിൽ അവസാനം ഡേഞ്ചർ സോണിൽ വരികയും ചെയ്തു. പക്ഷേ ഷിബിന രക്ഷപ്പെട്ടു, ഷിബിനെ സേവ് ചെയ്തു. അതേപോലെ താഷീനെ സേവ് ചെയ്തു, പൂജേനെ സേവ് ചെയ്തു. പൂജ ഇന്നത്തെ ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അമൃതേനെയും സേവ് ചെയ്തു. പിന്നെ ശ്യാമിനെയും സേവ് ചെയ്തു, അളകനന്ദേനെയും സേവ് ചെയ്തു. അപ്പം പിന്നെ ആരാ ഔട്ടായത്? ഷിൻജിത്ത്, പ്രവീൺ ഔട്ടായി. പാർവതി, രചന, ഈ 4 പേരാണ് ഔട്ടായിരിക്കുന്നത്. പ്രവീണും പാർവതിയും ഒക്കെ എനിക്ക് തോന്നുന്നു അമൃതയെ കാട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടോ, എനിക്കറിയത്തില്ല. പൂജേനെ കാട്ടിയും പ്രവീൺ മോശമായിരുന്നോ, എനിക്കറിയത്തില്ല. സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കറിയത്തില്ല. എന്തായാലും പ്രവീൺ വളരെ നല്ല ഹാർട്ടഡ് മാൻ ആയതുകൊണ്ടാണ് ഔട്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രചന ഭയങ്കര ഡിഗ്നിഫൈഡ് പ്ലെയർ ആയതുകൊണ്ടാണ് ഔട്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല. അങ്ങനെ കാരണങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇത് ഫെയർ ആണോ അതോ അൺഫെയർ ആണോ? എന്തായാലും ഫെയർ അൺഫെയർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജഡ്ജസിലാണ്. അവർക്ക് തോന്നുന്നത് പോലെയാണ് അവരത് ചെയ്യുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടിലാണ് അവർ ഔട്ടാക്കുന്നത്. എന്തായാലും
പ്രവീൺ ഔട്ടായി. നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പുള്ളിക്കാരനൊരു ചില സ്ഥലത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ ചില സ്ഥലത്തൊന്ന് സേഫ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പാവമായിട്ട് രീതിയിലാണ് പുള്ളിക്കാരൻ നിന്നത്. അത് ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ലെന്നാണ് പറയുന്നത്. അതേപോലെ ഔട്ടായതാണ് പാർവതി. ഇതുവരെ നല്ല ഗെയിമായിരുന്നു. അതേപോലെ ഷിഞ്ചിത്തും കുറച്ചൊക്കെ ഒന്നൊരു അവിടെ ഇല്ല ഇവിടെ ഇല്ല, അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. രചന അത്യാവശ്യം ബോൾഡാണ്, ടാസ്ക് ഒക്കെ ചെയ്യും, പറയേണ്ട അടുത്ത് പറയും. എന്തായിരുന്നാലും നിങ്ങൾ തന്നെ പറയൂ, ആരായിരുന്നു ഈ സേഫ് സോണിൽ അല്ലെങ്കിൽ ഈ ഡേഞ്ചർ സോണിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ കാട്ടിയും ഇവരാണോ പോകേണ്ടിയിരുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അപ്പോൾ അത് ഇതിനിടയിൽ ഇവർ തമ്മിൽ ഒരു ഫേസ് ഓഫ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതാണ് ഇന്ന് നടന്നത്. ഇന്ന് പിന്നെ മാസ്ക് ഓഫ് സെഷൻ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കരമായ രീതിയിൽ നല്ല രീതിയിൽ ഒക്കെ അതിനെ അവതരിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് 16 പേരിലേക്ക് ചുരുങ്ങി. നാളെയും എവിക്ഷൻ നടക്കും. നാളത്തെ പ്രൊമോ ഓൾറെഡി വന്നു, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൽ റനീഷ വന്നിട്ടുണ്ട്. ഇതുവരെ പാതി ദൂരം കടന്നു, പക്ഷേ ഇനി അങ്ങോട്ട് അതിജീവനത്തിൻ്റെ പടയോട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് വീക്കെൻഡ് വാർ എപ്പിസോഡാണ് ഇന്ന് വന്നത്. സോ 2 സർപ്രൈസസ് ഉണ്ട്. തീപ്പൊരി പോരാട്ടം നടക്കാൻ പോവുകയാണ്. ജഡ്ജസ് വരുന്നു. ജഡ്ജസ് വന്നത്തേക്കും ഇന്ന് നമുക്ക് മാറ്റിപ്പിടിക്കാം എന്ന് പറയാണ്. സംഭവ ബഹുലമായ ഒരു വീക്കെൻഡ് വാർ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത്. അവിടെ പോയി ഇരുന്നോളാൻ പറയുമ്പോൾ നോക്കുമ്പോൾ 5 കസേര. എങ്ങനെ 5 കസേര വന്നു? അപ്പോൾ 2 പേര് വരാനിരിക്കുകയാണ്. ആ 2 പേരാണ് സീസൺ 2 വീണ നായർ, ഫുൾ ബോൾഡായി എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ബിഗ് ബോസിന് ശേഷം. അതുപോലെ ഡോക്ടർ രജിത് കുമാർ ആദ്യം മത്സരിച്ചു, പിന്നെ ചലഞ്ചറായി വന്നു. അതൊക്കെ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ബിഗ് ബോസ് എന്നെ 2ാമത് ചലഞ്ചറായിട്ട് വിളിച്ചതെന്നൊക്കെ രജിത് കുമാർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗസ്റ്റിന് 2 പവർ കൊടുക്കുന്നുണ്ട്. 3 പേർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് പവറുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. അങ്ങനെ മാസ്ക് ഓഫ് ആണ് ആദ്യത്തെ സെഷൻ. ആദ്യം പൂജ വരുന്നു, വീട്ടമ്മ എന്ന് പറഞ്ഞ ടാസ്ക് കൊടുക്കുന്നു. പക്ഷേ വീട്ടമ്മ എന്ന് പറഞ്ഞ ഒരു വിഷയം കൊടുക്കുന്നു, പുള്ളിക്കാരി സംസാരിക്കുന്നു. ഷിജുലാൽ വരുന്നു, എൻ്റെ നാട്. എൽഡോ വരുന്നു, പരാജയം. താശി വരുന്നു, സെൽഫിഷ്നെസ്. ഇവിടെ താശി സെൽഫിഷ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സെൽഫിഷാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, കാര്യം ഞാൻ സെൽഫ്ലെസ് ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരെ എത്തിച്ചതെന്ന് പറഞ്ഞു. അപ്പം ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഇനി ജീവിതത്തിൽ നിങ്ങൾ ചതിക്കുമോ? വേണ്ടി വന്നാൽ ഞാൻ ചതിക്കും, കാര്യം എൻ്റെ ലൈഫ് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയും എല്ലാവരും സെൽഫിഷ് ആയിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടസ്റ്റൻസ് പറഞ്ഞു, അയ്യോ നമ്മളെ അങ്ങനെ പറയാം, നമ്മൾ അങ്ങനെയൊന്നുമല്ല. അല്ല അവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ചതിക്കും വേണമെങ്കിൽ എന്നൊക്കെ താശി പറയുന്നുണ്ട്, കാര്യം ജീവിത അനുഭവം അങ്ങനെയാണ്. ഇനി ടാസ്ക് വരെയാണ്. കൂട്ടുകക്ഷി ടാസ്കൊക്കെ വളരെ സിമ്പിളാണ്. അതായത് കൂട്ടുകൾ കണ്ടെത്തണം. ഇവർ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കേണ്ടത്. എന്നാൽ ഓരോ റൗണ്ടിലും ഓരോ നമ്പർ പറയും. അപ്പോൾ ഇവർ ഗ്രൂപ്പ് ആയിക്കോളും. ഗ്രൂപ്പിലില്ലാത്തവർ ഔട്ടാവും. ആദ്യത്തെ നമ്പർ 3 ആണ് പറയുന്നത്. 3 വരുമ്പോൾ തന്നെ രാകേഷ് അവിടെ നിന്നുകൊണ്ട് ഞാൻ പെൻഡൻ തരാം എന്ന് പറയുന്നു. അപ്പോൾ രഞ്ജിനി എന്താണ് കാണിക്കണത്? ഇതിന് പവറുണ്ട്, നിങ്ങൾ എന്താണ് കാണിക്കണത് രാകേഷ്? അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ രാകേഷിന് അവിടെ ഒന്ന് പിഴച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഷാമോൻ പറയണം, ഇത് ശരിയാണ്, ഇത് ശരിയല്ല, രാകേഷ് ചെയ്ത തെറ്റാണ്, ഇയാൾ ഈ പെൻഡൻ്റെ ഇത് വില കളയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ പ്രണവ്, പെൻഡൻ ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഔട്ടാവൂല, അപ്പം നിങ്ങൾ പുറത്ത് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പ്രണവാണ് പറയുന്നത്. അപ്പോൾ രാകേഷ് അതിൻ്റെ ഇടയിൽ കൂടെ രാകേഷും പാർവതിയും കൂടെ അവിടെ അടിയാവുന്നു, കയ്യേറുന്നു. രാകേഷ് പാർവതിയുടെ കാല് പിടിച്ച് വലിക്കുന്നു, പാർവതി പുറത്തേക്ക് വീഴുന്നു, അതിന് അപ്പുറത്തോട്ട് ചാടുന്നു. എന്തായാലും രാകേഷ് വേറൊരു സ്ഥലത്ത് കൂടി പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ രക്ഷപ്പെട്ടു. കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ഷാമോനാണെങ്കിൽ അടുത്ത് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും പുള്ളിക്കാരൻ ഷാമോനും പുറത്തേക്ക് വരുന്നു, പ്രവീണും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ജഡ്ജസ് എന്തായി നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നില്ലേ? ഷാമോൻ എന്താ പുറത്തിറങ്ങിയത്? അപ്പോൾ ജഡ്ജസ് ഡിസ്കസ് ചെയ്യാൻ സമയം കൊണ്ട്, നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, നിങ്ങൾ ഇതൊന്നും ചെയ്തോളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ മിക്കവാറും നമ്മൾ പുറത്താക്കും എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ ഷാമോൻ അവിടെ പ്രവീണും എൽഡോയും അവിടെ നിന്ന് ഇറങ്ങി. അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് റനീഷ പറയാണ്, 3 പേരും ഇറങ്ങുന്ന വെറുതെ എന്തിന് നിങ്ങൾ 3 പേരും കൂടെ ഇറങ്ങാൻ പോണത്? അപ്പോൾ അഖിൽ പറയാണ്, രാകേഷ് ഇത് കൺവിൻസിങ് ടാസ്ക്കാണ്, നിങ്ങൾ കളിക്കുന്നത് ഫിസിക്കലാണ്, നിങ്ങൾ എന്തിനാണ് ഫിസിക്കൽ 2 പ്രാവശ്യം നിങ്ങൾ ഫിസിക്കലായി. ഇപ്പോൾ റിയാസ് പറയാണ്, പ്രവീണിനോട് ആരെങ്കിലും പറഞ്ഞോ അവിടെ നിന്ന് ഇറങ്ങാൻ, നിങ്ങൾ എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? സോ അങ്ങനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് പ്രവീണിനെ ഇന്ന് ഔട്ടാക്കിയത്. ഔട്ട് ഹൗസിൽ പോയി ഇരുന്നിട്ട് പുറത്താവാനുള്ള പരിപാടിയാണോ? നാക്ക് പൊന്നായി. അങ്ങനെ പ്രവീൺ തർക്കിക്കാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ മാറിക്കൊടുത്തതാണ് രഞ്ജിനി. ഇപ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവിൻസ് ചെയ്യാൻ. അങ്ങനെ പ്രവീൺ എൽഡോയെ കൺവിൻസ് ചെയ്തിട്ട് എൽഡോയും ഷാമോനും ഔട്ടാവുന്നു. എൽഡോയും ഷാമോനും കൂടി ഔട്ടാവുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ 2 പേരും ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. അടുത്ത നമ്പർ പറയുകയാണ്. പെൻഡൻ്റ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് രഞ്ജിനി പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്പർ 5 എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്തു? 5 കയറി നിൽക്കുന്നു. 5 ഗ്രൂപ്പ് ആവുന്നു. അപ്പോൾ ഇവിടെ ഔട്ടാവുന്നത് പ്രവീൺ, താശി, ശ്യാം.
അങ്ങനെ പ്രവീൺ പിന്നെ ഔട്ടാവുന്നു. അകത്ത് കയറിയ പ്രവീൺ ഔട്ടാവുന്നു. ശ്യാമും ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. താശിയും ഔട്ട് ഹൗസിലേക്ക്. അപ്പോൾ ഷിബിന ഇവിടെയാണെങ്കിൽ ഷിബിന ഇവിടെ ഭയങ്കരമായ കളി കളിക്കുന്നു. ഷിബിനയും പൂജയാണ് ഇവിടെ കളി കളിച്ചത്. പൂജ ആദ്യം ഇപ്പുറത്തേക്ക് വരാൻ നോക്കി, എന്നിട്ട് അവരെ പിരിപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി ഷിബിനെ അകത്തോട്ട് കയറ്റി. ഷിബിനെ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ റിയാസൊക്കെ പറഞ്ഞത്, ഷിബിന യു ആർ എ ഗുഡ് മാനിപ്പുലേറ്റർ, പൂജ യു പ്ലേഡ് എ ഗുഡ് ഗെയിം. ആദ്യം നിങ്ങൾ അകത്ത് കയറിയിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ പൊട്ടിച്ചിട്ട് പിന്നെ അപ്പുറത്തേക്ക് കയറി. എന്തായിരുന്നാലും പ്രവീണ് കിട്ടിയ പ്ലേസ് കളഞ്ഞു കുളിച്ചു. പ്രവീണും ഔട്ട് ഹൗസിലേക്ക് പോയി. അടുത്ത നമ്പർ 6 ആണ്. അങ്ങനെ പിന്നെയും ഷിബിനയുടെ ചതി തുടങ്ങുകയാണ് ഇവിടെ. അത് ചതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം, അത്രേ ഉള്ളൂ. അത് ഗെയിം നെഗറ്റീവ് ഗെയിമും ആവാമല്ലോ. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഷിബിനയ്ക്ക് പണി കിട്ടും. ഇതിപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഫാൻസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അടുത്ത റൗണ്ടിൽ ഷിബിനയ്ക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് കൊടുത്ത പണി തിരിച്ചു കിട്ടി. പാർവതിയും പൂജയും അമൃതയും കൂടെ ഒന്നിച്ച് നിന്നു. അപ്പോൾ പാർവതി പറയാണ്, ഷിബിന നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു ഗ്രൂപ്പാവാം, ഒരു ടീമാവാം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ പറയാണ് 3 പേര്. അപ്പം ഷിബിന പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ. അപ്പം അഖില അവിടെ നിന്ന് പറഞ്ഞത് 3 പേരെ ചതിച്ചിട്ട് ഇപ്പം സ്വന്തം കൂട്ടുകാരികളോട് ഞാൻ എന്നെ വിട്ടുപോയി എന്നല്ലേ, നന്നായി. അങ്ങനെ അതിനകത്ത് കുഴപ്പമില്ല, എല്ലാവരും ഇതാവുന്നുണ്ട്. 11 അടുത്ത നമ്പർ 11 പറയുന്നത്. എന്നിട്ട് അതിനകത്ത് പൂജയൊക്കെ ഔട്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജയൊക്കെ ഔട്ടായി. പാർവതി, പൂജ, അമൃത ഈ 3 പേരും ഔട്ടായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഷിബിന ഇവിടെ പറയുന്നുണ്ട് ഞാൻ അവിടെ അടുത്ത നമ്പർ 11. അപ്പോൾ ഇവിടെ ഷിബിനയ്ക്ക് കിട്ടാതിരിക്കുന്നു. അപ്പോൾ ഷിബിനെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഷിബിന അടുത്ത തന്ത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അകത്ത് കയറണമെങ്കിൽ ഇതിനകത്ത് സേഫ് അല്ലാത്ത ഒരാളെ, വീക്കായിട്ടുള്ള ഒരാളെ പുറത്താക്കണം. സോനേനെയാണ് ഷിബിനെ എയിം ചെയ്യണത്. സോനയാണ് ഇതിനകത്ത് വീക്കായിട്ടുള്ള ആൾക്കാർ പിന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടും ഡേഞ്ചർ സോണിൽ വന്നാലും. സോ സോനേനെ പുറത്താക്കാനുള്ള പരിപാടിയും ഷിബിന ചെയ്യുന്നത്. പക്ഷേ ആരും മാറിക്കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഷിജിൻ പറയുന്നുണ്ട്, എന്തിന് നമ്മൾ ചെയ്യണം, നീ ഇത്രയും ചതിച്ചല്ലേ, നിന്നോട് നമ്മൾ ഇനി ഒന്നിനും ഇല്ല എന്ന് പറയുന്നത്. അസന അപ്പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ 4 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോലിറ്റ ഇങ്ങോട്ടേക്ക് ചാടുന്നു. യൂസ് യുവർ ബ്രെയിൻ എന്ന് ആഫിയാനസ് പറയുന്നു. അങ്ങനെ ഷിബിനെ പുറത്ത് നിൽക്കുന്നു. ഇത്രയും പേരെ ചതിച്ച നിന്നെ നമ്മൾ ചതിക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ഷിബിനെ കാല് എങ്ങനെയും കുത്തി കയറ്റാൻ വേണ്ടി നോക്കുന്നു. ഷിബിനയുടെ ഒരു കാല് എയറിലാണ്. എന്തായാലും ബസർ അടിക്കുന്നു. അപ്പോൾ രഞ്ജിനി പറഞ്ഞത് ഷിബിന കൺവിൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷിബിന ഇവിടെ സോനേനെ പുറത്താക്ക്, നിങ്ങൾ സോന വീക്കാണ്, സോനേനെ പുറത്താക്കുന്നു പറയുന്നു. അളകനന്ദ പറയുന്നു, നമ്മൾ സേഫാണ്, സേഫായിട്ടുള്ള സോന പോയാൽ നമ്മൾ സേഫ് ആകും. എന്നിട്ട് അളകനന്ദയോട് ഷിബിന പറയുന്നുണ്ട്, സോന പോയാൽ അളകനന്ദയെ നീ സേഫ് ആകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അളകനന്ദ അവിടെ ഇങ്ങനെ ബബ്ബര കളിക്കുകയാണ്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, ഷിബിനയുടെ കാലം എന്തായാലും പുറത്താണ്. അപ്പോൾ ഷിബിന എന്തായാലും ഔട്ട് ഹൗസിൽ പോകണം. അങ്ങനെ ഷിബിന ഔട്ട് ഹൗസിൽ പോകുന്നു. അവിടെ ആഫിയാനാസ് ഗുഡ് ഗെയിമർ ആയിരുന്നു. ഇപ്പോൾ കിടന്ന് ഗുഡ് ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ രജിത് സാർ പറയുന്നുണ്ട്, എന്തിന് നിങ്ങൾ ഇപ്പോൾ കിടന്ന് നിങ്ങൾ സേഫ് ഗെയിം അല്ലേ കളിക്കുന്നത്, കൈവെക്കാൻ പോലും ധൈര്യമില്ല. അപ്പോൾ ഷിബിന എന്തായാലും ഔട്ട് ഹൗസിലേക്ക് പോയി. അങ്ങനെ 11 പേര് സേഫായി. അപ്പം ബാക്കിയുള്ളവരെല്ലാം ഡേഞ്ചർ സോണിൽ വന്നു. താശി, എൽഡോ, ഷാമോൻ, പ്രവീൺ, പൂജ, അമൃത, പാർവതി, ശ്യാം, ഷിബിന ഇത്രയും പേര് ഡേഞ്ചർ സോണിൽ വന്നു. ഇനിയാണ് ഇൻഫിനിറ്റി പവർ ഉള്ളവർ സേഫ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഗെയിം കളിക്കായിരുന്നു. പക്ഷേ അവരവിടെ ഗെയിം കളിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷെ അവരവിടെ കളിച്ചില്ല എന്ന് വേണം പറയാൻ. കളിച്ചില്ല. അങ്ങനെ അവർ വെറുതെ അവിടെ പോയിരുന്നു. പക്ഷെ അവർക്ക് അവരിപ്പുറത്തിരുന്നെങ്കിലും അവർ സേഫായിരുന്നു. എന്തായാലും പോട്ടെ. അവർക്ക് പകരം അവർക്ക് 2 പേരെ പുറത്തേക്ക് ഇടായിരുന്നു. മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത്? ഓക്കെ. എന്തായിരുന്നാലും രാകേഷിൻ്റെ പവർ പോയിട്ടില്ല. പക്ഷേ ബാക്കി 2 പേരുടെ പെൻഡൻ അവർ ഓൾറെഡി സേഫ് ആയതുകൊണ്ട് ഷാമോൻ്റെ എൽഡോയുടെ പെൻഡൻ അഴിച്ചു മേടിച്ചു. അങ്ങനെ റിയാസ് പറയാണ്, ഓക്കെ എന്തായിരുന്നാലും 2 സ്ഥലം അവിടെ വേക്കൻ്റാണ്. അപ്പം സ്ഥലം അവിടെ വേക്കൻ്റാണ്. കാര്യം ഇവർ 2 പോയല്ലോ. 3 സ്ഥലം വേക്കൻ്റാണ്. 3 പേരെ നിങ്ങൾക്ക് ഡേഞ്ചർ സോണിലിടാം. ആർക്കിടാം? രജിത് സാറിനും അതേപോലെ രജിത് കുമാറിനും അതേപോലെ തന്നെ നമ്മുടെ ആർക്ക് വേണ്ടിയിട്ട് വീണ നായർക്കും 3 പേരെ സജസ്റ്റ് ചെയ്യാം. ഇപ്പുറത്തുള്ളവരിൽ നിന്ന് ഇപ്പുറത്തേക്ക്. അങ്ങനെ അവർ 3 പേരെ, അളകനന്ദ, ഷിംജിത്ത്, രചന, ഇവർ 3 പേരെയും കൂടെ രചനയുടെ കഷ്ടകാലം, ഷിംജിത്തിൻ്റെയും കഷ്ടകാലം ഔട്ട് ഹൗസിലേക്ക് ഇടുകയാണ്. അങ്ങനെ ആ ഷിംജിത്ത് ഔട്ടാവുകയാണ്, ഷിംജിത്തും രചനയും. അങ്ങനെ ഇവിടെ ഗസ്റ്റ് നിർണായകമായ കളി കളിച്ച് 2 പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ ഫേസ് ഓഫ് ടാസ്ക് വരെയാണ്. അതായത് ഇപ്പുറത്ത് ഡേഞ്ചർ സോണിലുള്ളവരും ഇപ്പുറത്ത് സേഫ് ആയിരുന്നവരും കൂടി ഫേസ് ഓഫാണ്. ഒരു ഡിബേറ്റ് പോലെ ആരാണ് ഡിസർവിങ് എന്നുള്ളത്. അതിൽ രാകേഷിന് പവറുണ്ട്. അപ്പോൾ രാകേഷിന് ഇവിടെ തീരുമാനിക്കുക, പവർ യൂസ് ചെയ്യാണ്. രാകേഷിൻ്റെ പെൻഡൻ മേടിക്കുന്നു. രാകേഷിന് ആരുമായിട്ട് ഡിബേറ്റ് ചെയ്യാം. രാകേഷ് ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരെ തീരുമാനിക്കുന്നു. അങ്ങനെ രാകേഷും പ്രവീണും ഡിബേറ്റ് ചെയ്യുന്നു. അതേപോലെ സോനയും ഷിബിനയും എൽഡോയും പാർവതിയും അഫിനിയാസും അമൃതയും അതൊക്കെ വഴക്കായിട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷേ എന്നാലും അവർ കൈ കൊടുത്ത് പിരിയുന്നു. ഷിഞ്ചിത്തും ഷിജിലാലും ഷാമോനും താശിയും പ്രണവും പൂജയും രചനയും വൈശാഖും ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു ഫേസ് ഓഫ് നടക്കുന്നു. അത് കഴിഞ്ഞ് നേരെ എലിമിനേഷനാണ്. റിയാസ് പറയാൻ ഞാൻ ഡ്രാമയൊന്നും കളിക്കുന്നില്ല, ഡയറക്റ്റ് 4 പേരുടെ പേര് പറയാണ്. പ്രവീൺ,
പാർവതി, ഷിൻജിത്ത്, രചന. ഇതിനകത്ത് ഷിൻജിത്തും രചനയും നമ്മുടെ ഗസ്റ്റുകൾ ഇട്ട 2 പേരാണ്. ആ 2 പേര് ഔട്ടാകുന്നു. കൂടെ പ്രവീൺ യു ആർ അധികം ഡ്രാമയൊന്നും കളിക്കാതെ ഞാൻ പറയാണ്. പ്രവീൺ യു ആർ കൈൻഡ് ഹാർട്ടഡ്, അതുകൊണ്ടാണ് നിങ്ങളെ ഔട്ടാക്കുന്നത്. നിങ്ങളെ ബിഗ് ബോസ് ഹൗസിലേക്ക് പറ്റത്തില്ല, നിങ്ങളായിട്ട് ഇതാക്കും. അതേപോലെ തന്നെ രചന, യു ആർ വെരി ഡിഗ്നിഫൈഡ് കമ്പോസ്ഡ് പ്ലെയർ. സോ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഫേക്ക് ഒന്നും കളിക്കുന്നില്ല. അത് പക്ഷേ പോസിറ്റീവ് അല്ലേ? എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ 4 പേരെ അങ്ങ് ഔട്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് റെനീഷ പറഞ്ഞിട്ട് വീക്കെൻഡ് വാർ നാളെയും ഉണ്ട് എന്ന് പറഞ്ഞ് ബൈ പറയുന്നു. ബാക്കി നാളത്തെ ഒരു പ്രൊമോയും കൂടെ കാണിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ വരുന്ന ഗസ്റ്റുകൾക്ക് വലിയൊരു പണിയാണ്, വലിയൊരു റോള് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നും 4 പേര് ഔട്ടായി. ഇനി നാളെയും എവിക്ഷൻ നടക്കും. നാളെയും 4 പേര് ഔട്ടാവും. അപ്പോൾ പിന്നെയും 16 പിന്നെയും ചുരുങ്ങി അവിടെ 12 വരും. അങ്ങനെ നമുക്കിനി കാത്തിരുന്ന് കാണാം. ഇനി ബാക്കി ആ 12 പേർ ടോപ്പ് 12 ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അത് സൺഡേ എപ്പിസോഡും കൂടെ കഴിയുമ്പോൾ നമുക്ക് ടോപ്പ് 12 കിട്ടും. ഈ ടോപ്പ് 12 ആകുമ്പോഴത്തേക്കും ഈ ഒരു അഗ്നിപരീക്ഷയുടെ ഈ ടാസ്കുകളും ഇതുമൊക്കെ ഒന്ന് മാറി വേറെ ലെവൽ ടാസ്കുകളൊന്നും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മറ്റേ ഖത്തറോക്കി കിലാടി പോലത്തെ ടാസ്ക് ഒന്നും നടക്കാൻ പോണില്ല. അതൊന്നും അങ്ങനത്തെ ഒന്നും വരാൻ പോണില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു ഫിയർ ഫാക്ടർ കുറച്ചൊക്കെ ചെറിയൊരു രീതിയിലൊക്കെ നടക്കാൻ ചാൻസ് കുറവ്. നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ടാസ്കുകളെ വരുള്ളൂ, അതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. എന്തായിരുന്നാലും അപ്പോൾ ഇതാണ് നടന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.